ഹായ്! വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ച കുറച്ച് പലഹാരങ്ങൾ പരിചയപ്പെട്ടാലോ? അതായത് നമ്മൾ ജോലിക്ക് പോയി മടുത്ത് വരുമ്പോഴും അല്ലെങ്കിൽ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്നെടുത്ത് അവരുടെ വരുന്ന വഴിക്കുള്ള വിശപ്പൊന്ന് അടങ്ങാനായിട്ട് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും റെഡിയാക്കി വെക്കാൻ നമ്മളും ജോലിക്ക് പോയിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് അവർ വരുമ്പോൾ ഒന്ന് എടുത്തു കൊടുക്കാനായിട്ട് കുറച്ച് പലഹാരങ്ങൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കുകയില്ലേ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. രണ്ടാഴ്ചത്തേനൊക്കെയുള്ള പലഹാരങ്ങൾ പലഹാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് ഞാനെപ്പോഴും റെഡിയാക്കി വെച്ചേക്കും. കാരണം ഒന്നിച്ചാണ് ഞങ്ങൾ വരുന്നത്. ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്ന ഉടനെ എടുത്ത് കൊടുക്കാൻ ഒന്ന് അടക്കിയിരുത്താനായിട്ട് എന്തെങ്കിലും റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ റെഡിയാക്കുന്നത് ഏത്തയ്ക്ക ചിപ്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4-5 കായ എടുത്ത് ഇച്ചിരി പഴുക്കാറായതായിരുന്നു കേട്ടോ. അപ്പോൾ 4-5 കായ എടുത്ത് തൊലി കളഞ്ഞ് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഉപ്പ് കലക്കി വെച്ച വെള്ളത്തിലിട്ട് കറയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുഴച്ചു. എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ വറുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ആ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊഴിക്കുമ്പോൾ അതൊട്ടും പൊട്ടി ഇങ്ങനെ എണ്ണയിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടി മേത്തേക്ക് തെറിക്കും. അതുകൊണ്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി മേത്തേക്ക് തെറിക്കാതെ ഇരിക്കും. പരിസരമെല്ലാം അല്ലെങ്കിൽ അപ്പടി അലങ്കോലമായി പോവില്ലേ. അപ്പോൾ ഇങ്ങനെയൊന്ന് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ അരിഞ്ഞ് വെച്ച ചിപ്സാട്ടോ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച വാഴയ്ക്കായാണ് ഇങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പോയേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് അരിഞ്ഞിടുന്നതാണ് ഇഷ്ടം കേട്ടോ. അതാണെങ്കിൽ ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് അതിങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും പരസ്പരം ഒട്ടിപ്പോയിട്ട് നമ്മളത് പിന്നെ കുത്തി ഇളക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആദ്യത്തെ സ്റ്റെപ്പ് എനിക്കങ്ങനെ കുറച്ച് പൊടിഞ്ഞൊക്കെ പോയായിരുന്നു കേട്ടോ. രണ്ടാമത്തത് ഞാൻ അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്തത്. അരിഞ്ഞ് നേരത്തെ വെച്ചില്ല. കാരണം അങ്ങനെ വെക്കുമ്പം അതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചിപ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരുന്നോളൂ. കുറച്ചേറെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ 1-2 ആഴ്ചത്തേനൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ ആക്കുവാണെങ്കിൽ ഒത്തിരി നാൾ ഇരിക്കുകയില്ലെന്നാണ്. ഇത് ഒരു കനപ്പ് ചുവയൊക്കെ വരും. സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എണ്ണയ്ക്കകത്തേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ ദേഹത്തേക്ക് എണ്ണയൊന്നും തെറിക്കാതെ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുവാണെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കും. അല്ലേ അതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് ടേസ്റ്റ് നോക്കാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ തീരുമെന്ന് തോന്നുന്നു. ആദ്യത്തെ ബാച്ച് വറുത്തത് അപ്പോൾ തന്നെ തീർന്നു. അപ്പോൾ അതിൻ്റെ അഭിപ്രായം പറയണം സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത്രയും ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടാക്കി വെച്ചില്ല. പല സാധനങ്ങളാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയമെടുത്ത് അതിൻ്റെ ചുവട്ടിൽ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കി വെച്ചു. 2-3 ടിന്നിനകത്ത് നിറച്ചുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറേ ചായയുടെ കൂട്ടത്തിലൊക്കെ ഇടയ്ക്കൊക്കെ കുറിക്കാനുള്ളതായല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു 3 ടിന്നിലേക്ക് ആക്കി ഞാൻ അടച്ച് നന്നായിട്ട് ടൈറ്റ്. അത് ഇച്ചിരി നേരം ആറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. അല്ലാതെ അത് പതാന്നായി പോവേ. അതിന് ശേഷം ഞാൻ ഇച്ചിരി അവലോസ് പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവലോസ് പൊടിക്ക് 2 നാഴി അരിയെടുത്ത് ഞാൻ 2 ഗ്ലാസ് അരിയെടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കഴുകി വാരിയെടുത്ത് വെള്ളം തോരാൻ വെക്കണം ഇനി. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് വെള്ളം തോരാനായിട്ട് വെച്ചു. അതിനുശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇച്ചിരി തരിയായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. ഈ അവലോസ് പൊടിയൊക്കെ പണ്ടൊക്കെ ഒരുപാട് നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ. എനിക്കിച്ചിരി ഒച്ചയടപ്പുണ്ട് ജലദോഷത്തിൻ്റെ. അതുകൊണ്ട് സൗണ്ട് ഇത്തിരി അടഞ്ഞായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തവണയായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിനിടയ്ക്ക് ഞാൻ ഈ ക്യാമറ എന്തോ സംഭവിച്ചു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്കായിട്ട് അത് വീഡിയോ ഇച്ചിരി ഇതായി പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാം. അടുത്ത വീഡിയോ ക്ലിപ്പൊക്കെ അതിങ്ങനെ ഒരു വല്ലാത്ത രീതിയിലിങ്ങനെ മിക്സായിപ്പോയി. ലോങ് വീഡിയോ ടൈപ്പായിപ്പോയി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അതിങ്ങനെ നനവുള്ളത് കൊണ്ട് അത് ഇച്ചിരി കട്ട പിടിച്ചിട്ടായിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് 2 നാഴി അരിക്ക് ഞാൻ 2 കപ്പ് അതേ കപ്പിന് തന്നെ 2 കപ്പ് തേങ്ങ എടുത്തു. അതിനുശേഷം ഒരു സ്പൂൺ ജീരകം,
പിന്നെന്താ ചിലർ പിന്നെ കറുത്ത എള്ളൊക്കെ ഇടും. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ജീരകവും ഉപ്പും തേങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ കട്ടയുടച്ച് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു 2-2.5 മണിക്കൂർ നമുക്കിത് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം അതൊന്ന് ഇതായിട്ട് വന്നതിന് ശേഷമേ നമ്മൾ വറക്കാവുള്ളൂ. പിന്നെ ഇത് ഇത്രയൊക്കെ ആക്കി വെക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇത് നിന്ന് ഇളക്കി നമ്മുടെ കൈ കുഴയും. അതാണ് ഈ അവലോസ് പൊടിയുടെ പ്രശ്നം. നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ കുറച്ച് 4-5 വർഷം നോർത്തിലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഉണ്ടാക്കി ഇതുപോലെ പാക്കറ്റിലാക്കി തന്നു വിടുമായിരുന്നു. കുറേ നാളുകൾ നമുക്കിത് കഴിക്കാം കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും വലിയ കാര്യമായിട്ട് പിടിക്കുകയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇളക്കലാണ് ഭയങ്കര പണി. കുറേ നേരം നമ്മളിത് ഇളക്കണം. ഒരു 40 മിനിറ്റോളം നമ്മളിത് ഇളക്കുമ്പോഴാണിത് റെഡിയായിട്ട് വരുന്നത്. അപ്പോൾ ഇച്ചിരി ചുവട് കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഉരുളിയൊന്നും ഇരിപ്പില്ല. എല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു പാത്രങ്ങളെല്ലാം. തൽക്കാലം ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം കുറേ നേരം നിന്ന് ഇളക്കണം. ഇളക്കി നമ്മുടെ കൈ കുഴയും. ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ എളുപ്പമാണ്, ഒട്ടും മാറി ഇളക്കാം. അപ്പോൾ കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് ചൂട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇളക്കിയപ്പോഴത്തേനുമാണ് ഈ ഒരു പരുവത്തിലേക്ക് ആയത്. ഇനി ഇത് കുറേ നേരം കൂടെ നമ്മൾ ഇളക്കാനുണ്ട്. അപ്പോൾ ഇത് പാകമായി ഏകദേശം ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ നിന്ന് കൈയെല്ലാം വയ്യാണ്ടായപ്പോഴത്തേനും ചേട്ടായി വന്ന് ഹെൽപ്പ് ചെയ്തു, കുറച്ച് നേരം ഇളക്കി തന്നു. അങ്ങനെ നമ്മുടെ അവലോസ് പൊടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ടിന്നിൽ അടച്ച് വെക്കാം. വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എങ്ങനെയാണേലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ പൊടിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ പഞ്ചസാരയും ചേർക്കുന്നില്ല. കഴിക്കാൻ നേരത്തെ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ആറിക്കഴിയുമ്പോൾ ഒരു ടിന്നിലിട്ട് അടച്ച് വെക്കാവേ. അതല്ല പഞ്ചസാരയൊക്കെ ചേർത്ത് പൊടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഇത് ശർക്കരയൊക്കെ ചേർത്ത് നമുക്ക് ഉരുട്ടിയെടുത്ത് അവലോസുണ്ട പോലെ ആക്കി വെക്കാം. ഞാനിത് പൊടിയായിട്ട് തന്നെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഇത് ഒത്തിരി എടുത്ത് കഴിച്ച്. പണ്ടൊക്കെ മഴക്കാലത്തെ സ്ഥിരം പലഹാരമായിരുന്നു അരി വറുത്തത്, ഈ അവലോസ് പൊടി. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ആയിരുന്നു പണ്ട് കാലത്തെ പ്രധാനപ്പെട്ട പലഹാരങ്ങൾ. അങ്ങനെ നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ അവൽ കൊണ്ടൊരു മിക്സ്ചറാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ ഞാൻ നോർത്തിലായിരുന്ന സമയത്ത് അവിടെ കഴിച്ച് പരിചയമായിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഇവിടെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കയറി ഇറങ്ങി എല്ലാവരും കഴിക്കുക, പെട്ടെന്ന് തീർന്നു പോകും. അവിടെ ഞാനൊരു അവൽ പാക്കറ്റിൻ്റെ മുക്കാലോളം ഞാൻ എടുത്തു കേട്ടോ. കാരണം ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടം, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കുറച്ച് അവലെടുത്ത് പാത്രത്തിലേക്ക് ഇതുപോലെ ഉരുളിക്കകത്തേക്ക് ഇട്ട് നന്നായിട്ട് വറുത്ത് നമ്മൾ ഞെരടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന പരുവത്തിനാകുന്നത് വരെ നന്നായിട്ട് അവൽ വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. തേങ്ങാക്കൊത്ത്, നിലക്കടല, അങ്ങനെ നമുക്കിഷ്ടമുള്ള ഈ പൊട്ടുകടല, അങ്ങനെ എന്ത് വേണേലും നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ അവലൊന്ന് വറുത്ത് മാറ്റി വെക്കാം. നന്നായിട്ട് ഇപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ട്. കണ്ടോ, പൊടിഞ്ഞ് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ കിരികിരാന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ചട്ടി തന്നെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നു. അത് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് കാഷ്നട്ട് ഇടുന്നു. അപ്പം അതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ചിലരൊക്കെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടും കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ചിലർ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും. ചിലർ അങ്ങനെ പൊടികളൊന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കും. ഇച്ചിരി ഉപ്പ് മാത്രം ചേർത്ത്. ചിലർ പഞ്ചസാര ഇടും. ഞാനിവിടെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്നട്ടും തേങ്ങാക്കൊത്തും ഇതുപോലെ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ 1 കപ്പ് നിലക്കടല എടുത്ത്
ഇട്ടുണ്ട്, അതും അതിനകത്തേക്ക് ഇട്ട്. അപ്പം വറുത്ത കടലയാണെങ്കിൽ എളുപ്പമുണ്ട്, പെട്ടെന്ന് അതങ്ങ് റെഡിയായി കിട്ടും. വറുക്കാത്ത കടലയാണെങ്കിൽ കുറച്ചേറെ സമയം നമ്മളിങ്ങനെ ഇളക്കി കഷ്ടപ്പെടേണ്ടി വരും. അപ്പം വറുത്ത കടലയാണെങ്കിൽ എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് പാകത്തിനായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടുകടല 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനത്തെ മുഴുവനായിട്ടുള്ളതുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ അതിൻ്റെ സെപ്പറേറ്റ് ചെയ്തതും ഉണ്ട് കേട്ടോ. ഏതാണേലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുക്കുക. ഒരു നല്ല സ്മെല്ലൊക്കെ വരും അത് വറുത്ത് പാകമായി വരുന്നതനുസരിച്ച്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് തേങ്ങാക്കൊത്ത്, ക്യാഷ്നട്ട്, പിന്നെന്താ കടല, പിന്നെ പൊട്ടുകടല ഒക്കെ ചേർത്ത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരിത്തിരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി ഇത്തിരി ചേർക്കണേ, അത് ടേസ്റ്റ് കൂടും, അത് നല്ലതാണ്. പിന്നെ പഞ്ചസാര ഒരു 2 സ്പൂൺ ചേർക്കുക. അതൊക്കെ മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ. ഞാനൊരു കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പ് പാകത്തിന് ചേർക്കണം. ഉപ്പ് ഒരുപാടായി പോകരുത്, പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ കൊള്ളത്തില്ല. കായപ്പൊടി ആണെങ്കിലും ഒത്തിരി ആവരുത്, കുറച്ച് തൂളി കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം മതി. കാരണം ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പുണ്ട്, പിന്നെ അത് കഴിക്കാനേ കൊള്ളത്തില്ല. അപ്പോൾ ഉപ്പ്, കായപ്പൊടിയൊക്കെ സ്പൈസസൊക്കെ ഈ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നും അധികമായി പോകരുത്, കുറേശ്ശെ. കാരണം ഇതൊരു പലഹാരമല്ലേ, ഒരു സ്നാക്കായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ ഇരിക്കാനും വേണ്ടി. അപ്പോൾ അതൊക്കെ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില ഇച്ചിരി നേരത്തെ ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. എങ്കിലും കുഴപ്പമില്ല, ഇപ്പിട്ടാലും മതി, പെട്ടെന്ന് അതങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അവൽ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ. കാരണം ഓൾറെഡി നമ്മൾ അവൽ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേരമൊന്നും ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ അവൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള എല്ലാ പലഹാരങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയല്ല കേട്ടോ, 2 ആഴ്ചത്തോളം നമുക്കിത് ഉപയോഗിക്കാവേ. എല്ലാം കുറേ നാൾ അധികം നാൾ കേടുകൂടാതെ ഇരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ.